ചെയ്യുന്നു. 19:32 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലേവ്യർ 19:32 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലേവ്യർ 19:32. പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും പ്രായം ചെന്ന നരച്ചവരുടെ മുൻപിൽ ആദരവോടെ എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനാണ് കർത്താവെന്ന്. അപ്പോൾ ഈ കൽപ്പനയിൽ നിൽക്കണ അടിസ്ഥാനം എന്താണ്? ഞാനാണ് കർത്താവ്. നീ സത്യദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന 4ാമത്തെ കൽപ്പനയല്ലേ. അപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഫംഗ്ഷൻ അല്ല പ്രശ്നം, മറിച്ച് എന്തുകൊണ്ട് നീ ബഹുമാനിക്കണം? കാര്യം എന്താണ്? ഞാനാണ് കർത്താവ്. അതാണ് വിഷയം. അതായത് ഇന്ന് രാവിലെ അച്ഛൻ സംസാരിച്ച എബ്രഹാമിൻ്റെ വിഷയമില്ലേ, എബ്രാഹത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് എനിക്ക് വെളിപാട് നൽകിയത്. അതിൻ്റെ എബ്രാഹത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ബൈബിളിലെ ദൈവത്തിനെയാണ് ബൈബിൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തെയാണ് ഈ ഉടമ്പടി നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ആ ക്രമീകരിക്കുന്ന ലക്ഷ്യം ഉടമ്പടി അല്ല. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനല്ല. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട ഉദ്ദേശം നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭം കൊണ്ടാക്കാനല്ല, മറിച്ച് ഇപ്പം നിങ്ങൾ അതാണ് ചെയ്യണത്. മനസ്സിലായല്ലേ? നിങ്ങളിപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയും പോലെ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയാമെങ്കിലും അതുപോലെയുള്ളൊരു വെടിനിർത്തലാണ് പാപത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഉദ്ദേശം എന്താണ്? ILTS പാസ്സാകുക. അതാണ് പ്രശ്നം. അതല്ല ഉദ്ദേശം. നിങ്ങളൊരു തിന്മ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ നിയോഗങ്ങളല്ല എന്ന ഈശോ ഇപ്പോൾ പറയണത്. എന്താണ്? ഞാനാണ് കർത്താവ്. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് വചനം നിർവർത്തിക്കുന്നതിൻ്റെയും വിശുദ്ധി പാലിക്കുന്നതിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിൻഹിതം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ദിവസങ്ങളിൽ ഈ അച്ഛനി പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യം സുസൻ ഡി സിൽവയുടെ സാക്ഷ്യമാണ്. ടെക്സാസിൽ നിന്ന് വന്ന് അവർ കുറേ വർഷങ്ങളായിട്ട് ടെക്സാസിൽ താമസിക്കുകയാണ്. അവരുടെ സാക്ഷ്യമാണ് ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യത്തിന് കുറേ അധികം ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത പ്രധാനപ്പെട്ട വിഷയം അവരുടെ ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ എന്ന് അതിനു വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ നാട്ടിൽ വന്നത്. കുറച്ച് നാച്ചുറോപ്പതിയൊക്കെ എടുത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെ കാര്യം ഫാറ്റി ലിവർ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 78% ഫാറ്റ്. ഇപ്പോൾ 78% ഫാറ്റായി കഴിഞ്ഞാൽ കരളിലെ 78% കൊഴുപ്പായി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരല്പം കൂടി 80-ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിറോസിസ് ആവും. അപ്പോൾ സിറോസിസിൻ്റെ മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. റൊട്ടീൻ ടെസ്റ്റ്, സീനിയർ നേഴ്സാണ് റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്.
അപ്പം അതുകൊണ്ട് പക്ഷേ റൊട്ടീൻ ടെസ്റ്റ് 78% ഫാറ്റ് ലിവറിന് ഫാറ്റെന്ന് കാണിച്ചപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ ഇനിയൊരു ലിവറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ്. കാര്യം ഇനി ശതമാനം കൂടിയാൽ ഉടനെ അത് മഹോദരമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലിവർ സിറോസിന് വേണ്ടി കുറച്ച് നാച്ചുറോപ്പതിയിലൂടെയൊക്കെ പോയി ലൈഫ് ചേഞ്ച് ചെയ്ത്, കാര്യം ലൈഫ് സ്റ്റൈൽ ഡിസീസാണല്ലോ ഇതൊക്കെ. അപ്പം അങ്ങനെ വന്നുകൊണ്ട് അതിനുവേണ്ടി വന്നതാണ്. പക്ഷേ അവർ എയറോഡ്രോമിൽ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച അതിനേക്കാൾ ഹൃദയഭേദകമാണ്. അവർ കരഞ്ഞു പോയൊരു കാഴ്ചയുണ്ട്. അവരെ വിളിക്കാൻ എപ്പോഴും മമ്മി വരും. മമ്മി വെച്ചാൽ മദറിൻലോ. അപ്പോൾ മദറിൻലോ ഇപ്രാവശ്യം വന്നപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. കഷ്ടപ്പെട്ടാണ് അവർ ഇറങ്ങണത്. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്ത് മമ്മി എന്നാ പറ്റിയെന്ന് ചോദിച്ച്. അപ്പോൾ അവർ കുറച്ച് അടുപ്പമുള്ളവരാണ്. മമ്മിയും മദറിൻലോയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ലേഡിയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് അനങ്ങാൻ പാടില്ല. മുട്ടിനും കുതികാലിനുമൊക്കെ നീര് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ഇറങ്ങും, പക്ഷേ ഭയങ്കര സ്ലോയാണ്, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ 2 വിഷയമാണ് ഇവരുടെ പ്രശ്നം. ഒന്ന്, ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ജനുവരി 19 അവർ ഉടമ്പടി എടുക്കണത്. ജനുവരി 19 ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവരുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളാണ്. ഒന്ന്, ഹസ്ബൻഡ് എന്താ പ്രോബ്ലംസ് ഉണ്ട്, ജോലി പ്രശ്നമുണ്ട്, കുഞ്ഞിൻ്റെ പ്രശ്നമുണ്ട്, 2 പ്രശ്നമായില്ലേ, 6 പ്രശ്നമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏറ്റവും വലിയ പ്രശ്നം അനിയത്തിക്ക് വീടില്ല. കുറേ നാളായിട്ട് അവർ വീടിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. അനിയത്തിക്ക് വീടില്ല. അപ്പോൾ ഇതെല്ലാം വിഷയം വെച്ച് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി അങ്ങനെ ഇരുന്ന് ഇവരെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ കാര്യം ഈ ലിവർ സിറോസിസ് എഴുതണമെന്ന് ഓർത്ത്, പക്ഷേ അപ്പോൾ അത് 7 കാര്യമാകും. അതാണ് എൻ്റെ പ്രശ്നം. ലിവർ സിറോസിസ് കൂടി എഴുതിയാൽ 7 കാര്യമായി പോകും. അപ്പോൾ 7 കാര്യമായി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അവർ നോക്കിയിട്ട് ഹസ്ബൻഡ് മാറ്റാൻ പറ്റത്തില്ല, ജോലി പ്രശ്നമാണ്, കുഞ്ഞിൻ്റെ രോഗമാണ്, അത് മാറ്റാൻ പറ്റത്തില്ല, അമ്മായിയമ്മയുടെ പെരുമുട്ട് വേദനയാണ്, അവർക്ക് നടക്കാൻ പറ്റത്തില്ല, അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, മാറ്റാൻ പറ്റാത്ത കുറേ കാര്യം കൂടിയുണ്ട്, അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നീടുള്ളത് അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയുടെ ഒരു പ്രശ്നം, അവർക്ക് വീടില്ല, കുറേ വർഷങ്ങളായിട്ട് വീടില്ല. പക്ഷേ അത് മുകളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ താഴെ നിന്നെല്ലാം എഴുതിയായിരുന്നു. ഫാറ്റി ലിവർ ഒഴിച്ച് ബാക്കി ഫാറ്റി ലിവർ എഴുതാൻ പറയുമ്പോൾ അതൊക്കെ പിന്നെ 6 കാര്യങ്ങളായത് കാരണം ഫാറ്റി ലിവറിൻ്റെ സൗഖ്യപ്പെടാൻ വേണ്ടിയാണ് അവർ ഉടമ്പടി എടുക്കാൻ വന്നതും ഈ ചികിത്സയ്ക്ക് വന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ്. പക്ഷേ അത് എഴുതാൻ പറ്റണില്ല. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം അത് എഴുതാൻ വിട്ടുപോയതെല്ലാം എഴുതാൻ പറ്റാതെ വന്നു. സ്പേസ് ഇല്ല, 6 കാര്യമല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു മാനുഷികമായ ചിന്ത വന്നതാണ് പറയണത്. കാര്യം എന്താ, അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും, അതാണ് വിഷയം. അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും. അത് വേണമെങ്കിൽ വെട്ടിയിട്ട് എൻ്റെ ഫാറ്റ് ലിവർ എഴുതിയാൽ എന്താണ് എന്നവർ ചിന്തിച്ചു പോയി. കാര്യം അവർ ഫാറ്റ് ലിവർ ഇപ്പോൾ മോശമായ കണ്ടീഷനിൽ നിൽക്കണമല്ലോ. അപ്പം അനിയത്തിൻ്റെ വീട് മാറ്റിയിട്ട് ഫാറ്റി ലിവർ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ എഴുതിക്കൊണ്ട് അപ്പോഴുടനെ ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു. അപ്പോൾ അവർ എഴുതിപ്പോയതല്ലേ, ഉടമ്പടിയിൽ എഴുതിപ്പോയതാണ്, ഉടമ്പടി ചെയ്തിട്ടില്ല, എഴുതിപ്പോയതാണ്. അപ്പോൾ എഴുതിപ്പോയ കാര്യങ്ങൾ ഇനി അത് അനിയത്തിയുടെ വീടിൻ്റെ കാര്യം വെട്ടണോ എന്ന് ഇത് എടുക്കാൻ വേണ്ടി ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചുകൊണ്ട് അവർ വിശ്വപ്രമാണം ചൊല്ലി ആ ക്ലാസ് ഉടമ്പടി ക്ലാസ് നടക്കുമ്പോൾ തന്നെ ബൈബിൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ്, എൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും ആവശ്യത്തിലേറെ നൽകുന്നുവെന്ന് പറഞ്ഞു. അപ്പോഴത് ഐഡിയ ക്ലിയറായി. അപ്പോൾ കർത്താവിൻ്റെ കൃപ ഉദാരമായി എല്ലാവർക്കും കൊടുക്കുന്നു, അതാണ് അവർക്ക് കിട്ടിയ മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയണത്, ഇപ്പോൾ എൻ്റെ ഫാറ്റി ലിവർ എഴുതിയില്ലെങ്കിലും കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ടുള്ളൂ എന്നാണല്ല വചനത്തിൻ്റെ ഒരു ഫീൽ. അതാണ് വചനത്തിൻ്റെ ഒരു ഫീൽ. അതാണ്, നീ ഫാറ്റി ലിവർ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിലും എൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും സമർത്ഥമായി നൽകുന്നുവെന്നാണ്. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല, അത് പ്രാർത്ഥനയിൽ നീ വെച്ചാൽ മതിയെന്ന് മാത്രമാണ്. എന്നിട്ട് അനിയത്തിൻ്റെ കാര്യം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ തീരുമാനമായി. ഇവിടെ ഈ സൂസൻ ഡിസിൽവയുടെ ഈ ഒരു അപ്രോച്ചില്ലേ, അതൊരു പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് ഓപ്ഷൻസ് ഇല്ല. 7 കാര്യങ്ങൾ വന്നുപോയി, ഒരേ പ്രാധാന്യമുള്ള 7 കാര്യങ്ങൾ വന്നു. അപ്പോൾ 7 കാര്യങ്ങളിൽ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് അങ്ങനെ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വെട്ടിയിട്ട് അടുത്ത് എഴുതി വെക്കും. അവളല്ല അനിയത്തിയല്ല ഉടമ്പടി ചെയ്യണത്, ഞാനല്ല വണ്ടിക്കാറ്റ് മുടക്കി ഇവിടെ വന്നത്, പിന്നെ എന്തിനാ, അപ്പോൾ ഞാനിതിനു വേണ്ടിയില്ലേ നാട്ടിൽ വന്നത്, ഇനി എൻ്റെ കാര്യം എഴുതാവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം ഈ സ്നേഹത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയും, നീ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോണില്ലേ, ഈശോയോട് ചോദിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയത്തിനെ വിട്ട് ദൂരെ കളയും, നിങ്ങളുടെ ഇത് എടുത്തിട്ട് വെക്കും. ഇതുകൊണ്ട് ഈ മിനിമം ഹോളി സ്പിരിറ്റ് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. എപ്പോഴും ഒരു കാര്യം ഉടമസ്ഥാവകാശം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉടമസ്ഥാവകാശം ഇല്ലെന്നുണ്ടെങ്കിൽ, ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകണത്, ഒരു വിശ്വാസി നൽകണത് ഉടമസ്ഥാവകാശം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ആളാണ് നീ, എന്നാൽ ദൈവമാണ് നിൻ്റെ ഉടമസ്ഥൻ. ആ ഒരു ഉടമസ്ഥാവകാശം സൂക്ഷിക്കേണ്ടത് കടമ നമ്മുടേതാണ്. നമുക്ക് ഉടമസ്ഥാവകാശം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല. അതാണ് പ്രശ്നം. കാര്യം വേറെ ആൾക്കാർ കയറി അതിൻ്റെ അകത്ത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കും. അതാണ് വിഷയം. ഇപ്പം അതായത് എഫേസ്യസ് 4:30 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് മലയാളം വെർഷനാണ്. അതിൻ്റെ ഓണർഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത്. അത് ഞാൻ ഉടമസ്ഥത എന്ന് പറയാൻ കാര്യം. മുദ്രിതമാക്കുമ്പോൾ നമുക്കറിയാം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഉടമസ്ഥതയിൽ കൊണ്ടുവരികയാണ് നമ്മുടെ. അപ്പം മിനിമം ഇപ്പോൾ ഈ ഡിസ്ലിവായുടെ വിഷയമെന്ന് പറയണത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലാണ് അവരെ. അതുകൊണ്ടാണ് സ്വന്തം വിഷയം മാനസികമായി ചിന്തിച്ചപ്പോൾ സ്വന്തം ലിവറിൻ്റെ സൗഖ്യമല്ലേ പ്രധാനപ്പെട്ടത്, അനിയത്തിൻ്റെ വീട് എപ്പോഴായാലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് സഹോദര സ്നേഹത്തിനെതിരെ സ്വന്തം വിഷയം ചിന്തിച്ചപ്പോൾ ഉടനെ അറ്റാക്ക് വന്ന് കണ്ടില്ലേ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ അനിയത്തിനെ വെട്ടി ദൂരെ കളയും, എന്നിട്ട് നിങ്ങളുടെ കാര്യം എഴുതി വെക്കും. അതാണ് പ്രശ്നം. ആധ്യാത്മികത എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്. ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലെ ജീവിക്കാൻ ആവശ്യമായ ജീവിത വിശുദ്ധിയിലൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ദുഃഖിപ്പിക്കാതിരിക്കുവാൻ